ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രാബ് ഗീ റോസ്റ്റ് ആണ്. ഇതൊരു സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞണ്ടൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലാത്തവർ ഒന്ന് പോയി കാണണേ, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുക. ഇത് നല്ല വലിയ ഞണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഞണ്ട് മേടിക്കുമ്പോൾ ജീവനുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണിത്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗ്ലൂരിയൻ റെസിപ്പിയാണ് ക്രാബ് ഗീ റോസ്റ്റ്. അടിപൊളി വിഭവമാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ മഞ്ഞളും ഉപ്പും മുളകും കൂടെ പുരട്ടി വെച്ചത് ഒരു ക്രാബ് ഗീ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 2 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ആ 2 സ്പൂൺ നെയ്യിലാണ് നമ്മൾ ഈ ഞണ്ടിന് വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. ഇതൊരു 1 കിലോ ഞണ്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഈ 2 സ്പൂൺ നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് മൂടി വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം ഞാൻ ആ നെയ്യിലേക്ക് ഞാൻ ആ ക്രാബ് ഫ്രൈ ആയതിനു ശേഷം അത് മാറ്റി വെച്ചു. എന്നിട്ട് ആ സെയിം പാനിലേക്കും അത്രയും ആ ഒരു നെയ്യിലേക്കുമാണ് ബാക്കി സ്പൈസസ് ഇട്ട് വറുത്ത് കൊടുക്കുന്നത് കേട്ടോ. വേറെ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഈ സ്പൈസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഇടുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് അത് ഇടുന്നത് കാണിക്കാത്തത്. ഇത് ഇട്ടേക്കുന്നത് വെളുത്തുള്ളി നന്നായിട്ട് വേണം, ഇഞ്ചി വളരെ ചെറിയ ഒരു കഷ്ണം, കറുവപ്പട്ട, ഗ്രാമ്പു, ജീരകം, ഒരു 2 നുള്ള് ഉലുവ, ഇത്രയാണ് കേട്ടോ ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പം ഇത് നമുക്ക് അത് കോരി മാറ്റിയതിന് ശേഷം ഗ്രൈൻഡറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. ശേഷം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ്. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിക്കും പകരം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമ്മൾ വറുത്ത് കോരിയ കൂട്ടത്തിൽ മുഴുവൻ മല്ലി ഇടാം മല്ലിപ്പൊടിക്ക് പകരം. അതുപോലെ കശ്മീരി മുഴുവൻ ചില്ലി ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാം. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്ത കാരണം ഞാൻ പൊടികൾ യൂസ് ചെയ്യുകയാണ് കേട്ടോ. ഏത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുളക് പൊടി യൂസ് ചെയ്യുമ്പോൾ കശ്മീരി ചില്ലി ഉപയോഗിക്കുന്നതാവും നല്ലത്. കാരണം ഈ ഒരു കറിക്ക് നല്ല റെഡ് കളറാണ്. ആ റെഡ് കളറ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ആ റെഡ് കളറ് കിട്ടാൻ വേണ്ടി തന്നെ കശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത് തന്നെയാണ് ഉചിതം. അപ്പം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ക്രാബ് വറുത്തപ്പോൾ അതിൽ മാരിനേറ്റ് ചെയ്തതാണ്. എന്നിരുന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ മിക്സായി വരുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും സ്വാദാണ്. ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ സെയിം പാനിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിക്കുക. 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം അതിൽ നെയ്യ് ബാക്കി ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ മിക്സിയിൽ അരച്ച ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടത് വരട്ടിയെടുക്കുക കേട്ടോ. അതിങ്ങനെ നന്നായിട്ട് ആ മസാലയൊക്കെ മൂത്ത് ഡ്രൈ ആയി വന്നു കഴിയുമ്പം അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം. ഇത് ഒരു ഭയങ്കര ഗ്രേവിയുള്ള ഒരു റെസിപ്പി അല്ല. ഈ ഗ്രേവി എല്ലാം കൂടെ പൊതിഞ്ഞിരിക്കുന്ന രൂപത്തിലാണ്. പക്ഷേ ഈ ഒരു മസാലയുടെ സകല ഫ്ലേവറും കൂടെ നമ്മുടെ ഞണ്ടിലേക്ക് പിടിക്കാനായിട്ട് നമുക്ക് ഗ്രേവി വേണം. ഈ ഗ്രേവിയിൽ കിടന്ന് ഞണ്ട് കുറച്ച് നേരം ഇരിക്കണം. അപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വരാനായിട്ട് അനുവദിക്കുക. നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഈ ഞണ്ട് വെൽ കുക്ക്ഡാണ് കേട്ടോ. വറുത്ത് കഴിയുമ്പം അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും. ഇപ്പം തന്നെ ആ വറുത്ത ഫോമിൽ തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര സ്വാദാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ഫൈനൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്വാദാണ് കേട്ടോ. അപ്പം ഞണ്ടിൻ്റെ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക. അതൊരു പൊതിഞ്ഞിരിക്കുന്ന പരുവമാവുമ്പം തീ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. സൂപ്പർ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.